സ്കൂൾ ശില്പ ബാലഗോപാൽ നമ്മളൊരു സ്പീച്ച് പറയണമെങ്കിൽ ദിസ് ഇസ് ശില്പ ബാലഗോപാൽ ഫ്രം ക്ലാസ് A1 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് പെട്ടെന്നൊരു ബാലയാകുമ്പോഴേക്ക് ഭയങ്കര ദേഷ്യമായി ശില്പ ബാല എന്നുണ്ട്. അപ്പൊ നമ്മള് ശില്പ ബാല അത് കൊള്ളില്ലല്ലോ വരുന്നുണ്ട്. മലയാളത്തില് ഈ ചൈൽഡ് ആക്ടേഴ്സ് ആയിട്ട് കുറേ പേര് അഭിനയിക്കുന്നുണ്ട്. അതിൽ ഞാൻ എടുത്തു പറയുന്നില്ല പേരുകളൊന്നും, പക്ഷെ അതിൽ നന്നായിട്ട് തന്നെ അവർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. എന്നാൽ അവരെ ഒരു ഗസ്റ്റായിട്ട് ഒരു സ്ഥലത്ത് വിളിക്കുമ്പോൾ അവിടെ വിളിക്കുന്നവരാണ് ഓർക്കേണ്ടത് ഇഫ് ദ ചൈൽഡ് ഹാസ് ടു സ്പീക്ക് ഫോർ വേർഡ്സ് ഓർ നോട്ട്. അല്ലെങ്കിൽ നിങ്ങൾ കുട്ടി ഒരു വെൽക്കം പറയൂ, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ആ കുട്ടിയുടെ പേരൻസ് നാച്ചുറൽ ആയിട്ട് ആ കുട്ടീനെ പ്രിപ്പയർ ചെയ്യാണ്. മോളെ ഇന്നവിടെ പോയി എന്ത് പറയും, നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, എന്നെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ വളരെ നന്ദി എന്നൊക്കെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവാദിത്വം പേരൻസിനുണ്ട്. സോ why would she be exposed to that now? Maybe ഒരു 9-10 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ ഇത്രയും നെഗറ്റിവിറ്റീസ് വളരെ മോശമായിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്നത് അത് വായിക്കുമ്പോൾ ആ കുട്ടി ഇൻ എ മിനിറ്റ് അതിന്റെ ഇന്നസെൻസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കാം. പിന്നെ ബൈ ദ ടൈം ഷീസ് 12 ഷീസ് ഡൺ. ഏതൊരു വലിയ റിയാലിറ്റി ഷോന്റെ ഗ്രാൻഡ് ഫിനാലിയിൽ വരുന്ന റേറ്റിംഗിനെക്കാട്ടിലും ഒരു 2 ഇരട്ടി കൂടുതലായിരിക്കും റെഗുലർ തിങ്കൾ മുതൽ വെള്ളി വരെ കാണിക്കുന്ന സീരിയലിന്റെ ഡെയിലി റേറ്റിംഗ്. എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ എന്താ പറയുക പ്രസവിച്ച ഒരു ഫ്രണ്ട് അങ്ങനെയുള്ള ഒരു ദാറ്റ്സ് ഹൗ ഐഡ് ലൈക്ക് ടു കോൾ ദാറ്റ് ഫോർ എവർ. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പം അമ്മയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്താ ചെയ്യാന്നറിയാം, പോയിട്ട് അവൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. ആൾക്കാരെന്താ ചെയ്യുക, പോയി കുട്ടിക്കുപ്പായങ്ങളും കുട്ടിയത്. ആ സമയത്ത് അമ്മ താങ്ക് യു. പക്ഷെ അമ്മേനെ ഞാൻ ആലോചിക്കും ആ അമ്മയ്ക്ക് ഇപ്പോൾ വേണ്ടുന്നത് എന്താ. എൻ്റെ അടുത്ത് സംസാരിക്കാനും സംസാരിക്കാതിരിക്കാനും ഉള്ള ഫ്രീഡം ഉള്ളൊരു ഫ്രണ്ടാണ്. ആ സംസാരിക്കാതിരിക്കാൻ എന്തുകൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ടാണ് ഞാൻ. ഷീ ഡസൻറ്റ് ഹാവ് ടു എക്സ്പ്ലെയിൻ. ഇഫ് ഷീ is missing for 2-3 days, I know why she is missing. She doesn't have to explain. ശില്പ ബാലയുടെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മളൊരു ആരോഗ്യ പ്രശ്നം, അതായത് അത്രയും ആർഡന്റ് ആയിട്ട് നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ മിസ്സിങ് ആവുമ്പോൾ എവിടെ എന്ന് വിചാരിക്കും. ചില ആളുകളെ കാണുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു തോന്നലേ ഇല്ലാതെ അവർ സംസാരിക്കുകയും അവരുടെ ഓരൊക്കെ ഫീൽ ചെയ്യാറില്ലേ? അങ്ങനെ ഒരാളാണ് ഇന്ന് എനിക്ക് മുൻപിൽ. ഹായ് യു ഗൈസ് വാച്ചിങ് എഡിറ്റോറിയൽ. ദിസ് ഇസ് ഭീമ ജ്വല്ലേഴ്സ് പ്രസൻസ്. ദിസ് ഇസ് മൈ സ്റ്റോറി സീസൺ 2 പവർഡ് ബൈ മർമ്മ. വി ഹാവ് ശില്പ ബാല. ഹായ്, എന്തുണ്ട്? എനിക്കും അതേപോലെ കേട്ടോ, ആദ്യമായിട്ട് കാണുന്ന പോലെ തോന്നുന്നില്ല. പല എനിക്ക് അറിയാവുന്ന കുറെ പേരുടെ മുഖങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പല വഴിക്കും ഞാൻ ഇങ്ങനെ കാണാറുണ്ട്, ഇഷ്ടപ്പെടാറുണ്ട്. ലൈക്ക് യുവർ കോൺവെർസേഷൻസ്, യു മോസ്റ്റ്ലി ഇൻവോൾവ്ഡ്. കൂടെ സംസാരിക്കുന്ന ഗസ്റ്റ് പറയുന്നത് നന്നായിട്ട് കേൾക്കാനും ഉൾക്കൊള്ളാനും കഴിവുള്ള. ഇപ്പൊ ശില്പയുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോഴേ, അല്ലെങ്കിൽ ശില്പയുടെ സർക്കിളിലുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ താങ്കൾ ഇന്റർവ്യൂസ് ആയി കാണുന്ന സമയത്ത് ഇങ്ങനെ വൈബ്രന്റ് ആയിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ ബാലഗോപാലിന്റെയും ഇന്ദിരയുടെയും മൂത്ത മകളെ എപ്പോ തൊട്ടാ ഇങ്ങനെ ബബ്ലി ആവാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഇത്രയും വായാടി ആവാൻ തുടങ്ങിയത് ഏത് പ്രായം തൊട്ടാ, എങ്ങനെയാ? എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ അവരൊന്ന് ക്ലൂ കിട്ടിക്കാണും. ഞാന് പണ്ട് മുതലേ കുറച്ച് ഡാൻസ്, പാട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മള് പുറം നാട്ടില് മറുനാട്ടിൽ ജീവിക്കുമ്പോൾ, ദുബായ് എന്ന് പറയുന്ന ഒരു നഗരത്തിൽ ഒരു 30-35 ഇയേഴ്സ് ബാക്ക് മലയാളികളുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഉള്ളത് ചിലപ്പം ഫാമിലി ഒന്നും ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ചില ഫാമിലീസ്, ഐ മീൻ ബാച്ചിലേഴ്സ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന, അതായിരുന്നു കൂടുതൽ കമ്മ്യൂണിറ്റി. അല്ലാണ്ട് ഫാമിലി ആയിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് വളരെ കുറവായിരുന്നു, ബിക്കോസ് അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ആ സമയത്ത് എന്താ പറയുക, ഫോർച്ചുനേറ്റ് ആയിട്ട് കിട്ടിയ ഒരു ഭാഗ്യമായിരുന്നിരിക്കാം എൻ്റെ അച്ഛനെ എൻ്റെ അമ്മേനെയും 2 മക്കളെയും നന്നായി നോക്കി വളർത്താനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുട്ടി മലയാളം സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം. കാരണം നമ്മൾ സ്കൂളിൽ മലയാളം പഠിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളം സംസാരിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഓവറായി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടി കൊള്ളാം, അതാണ് നെക്സ്റ്റ്. പിന്നെ ഡാൻസ്, പാട്ട് പറയുന്ന കുറച്ച് ആക്ടിവിറ്റീസിലും ഇതായപ്പം നാച്ചുറലി ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇതൊരു സിനിമാ നടിയാവും എന്നുള്ള, ചിലപ്പോൾ അതെൻ്റെ മൈൻഡിൽ കുറച്ച് ബ്രെയിൻ ഫെഡ് ആയിരുന്നു ബിഗിനിങ് മുതൽ. ചിലപ്പോൾ അമ്മയും അച്ഛനും കൂടി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടാവാം, അവർക്ക് തോന്നിക്കാണും മേ ബി ഷീസ് മെന്റ് ഫോർ ഇറ്റ് സംവെയർ. ഈ അച്ഛന്റെ പേര് ബാലഗോപാൽ എന്നാണല്ലോ. ആ ബാലഗോപാലിന്റെ ബാല എന്നുള്ളത് പിക്ക് ചെയ്തത് അച്ഛന്റെ ക്രിയേറ്റിവിറ്റി ആണോ, അല്ലെങ്കിൽ? എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ബിക്കോസ് ഞാൻ സ്കൂളിൽ ശില്പ ബാലഗോപാൽ നമ്മളൊരു സ്പീച്ച് പറയണമെങ്കിൽ ദിസ് ഇസ് ശില്പ ബാലഗോപാൽ ഫ്രം ക്ലാസ് A1 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ
അത് പെട്ടെന്നൊരു ബാലയാകുമ്പോഴേക്ക് ഭയങ്കര ദേഷ്യമായി. അത് ഞാനല്ല ചെയ്ത, അച്ഛനും അല്ല ചെയ്ത. എൻ്റെ ഫസ്റ്റ് മൂവി ഓർക്കുക വല്ലപ്പോഴും എന്നിട്ട് ഒരു ആർട്ട് മൂവി ആയിരുന്നു. അതിൻ്റെ ഡയറക്ടറാണ് എന്നെ ഇൻട്രൊഡ്യൂസിങ് ശില്പ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനെ വിളിച്ചു ചോദിച്ചു, ഞാൻ എന്താണ് സർ ഇടേണ്ടത്, ശില്പ ബാലഗോപാലൻ ഇടണോ, അത് ഭയങ്കര ലോങ് ആയി പോവില്ലേ, ഷോർട്ട് ആക്കട്ടെ, ശില്പ ബാല എന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ശില്പ ബാല, അത് കൊള്ളില്ലല്ലോ, വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നോക്കിയില്ല ഞാൻ. എന്റെ ഒപ്പീനിയൻസ് ആ സമയത്ത് വലിയ മാനിച്ച ഒരു കാലമൊന്നും അല്ലായിരുന്നു. 16 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്രയൊക്കെ മതി. പക്ഷെ നൗ ഐ ലവ് ഇറ്റ്. എന്നെ ഇപ്പൊ ശില്പ ബാലഗോപാലാണ് എന്റെ റിയൽ നെയിം എന്നുള്ളത് കുറച്ച് ആൾക്കാർക്ക് അറിയാം. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ശില്പ ബാല വേറെ മുഖാണ്, ശില്പ ബാലഗോപാൽ വേറെ മുഖാണ്. ഇത് ആദ്യമായിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16 വയസ്സിലാണ് ആദ്യത്തെ സിനിമ സംഭവിക്കുന്നത് അല്ലേ? അതിനുശേഷം നെക്സ്റ്റ് ഇയർ ആണ് കെമിസ്ട്രി സംഭവിക്കുന്നത് 17 വയസ്സിൽ. അതെ അതെ, 17 ആയില്ല, 16 തന്നെയാണ് കെമിസ്ട്രി സംഭവിക്കുന്നത്. പിന്നെ ആഗതൻ സംഭവിക്കുന്നത് 18 ആവണ ഒരു സമയത്താണ്. പിന്നെ ഞാൻ മൂവീസ് ചെയ്തിട്ടില്ല, ഞാൻ ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ 18-19 വയസ്സാകുമ്പോഴാണ് ഏഷ്യനെറ്റില് കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയില് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറയുന്നത് ഈ 16-17 വയസ്സിലെ സിനിമ അഭിനയിക്കുക, ഇപ്പോൾ കെമിസ്ട്രി പോലുള്ള ഒരു സിനിമ എല്ലാവരും കാണുന്നു, നോട്ട് ചെയ്യപ്പെടുന്നു, വിജയ് തമ്പിയുടെ സിനിമ. അപ്പോൾ ഈ 16-കാരിക്ക് ഈ പറയുന്ന പോലെ ഇപ്പൊ അതിനുശേഷം നേരെ ദുബായിലേക്കല്ലേ പോകുന്നത്, അവിടുത്തെ ഒരു ഓഡിയൻസിൽ ഒരു സെലിബ്രിറ്റി ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നു. അത് ഭയങ്കര എളുപ്പമാണല്ലോ അവിടെ. കാരണം അവിടെ നമ്മൾക്ക് സിനിമയിൽ ഓഫർ വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാത്ത കുറെ പേര് അറിഞ്ഞു കഴിഞ്ഞു. അത്ര സ്മോൾ കമ്മ്യൂണിറ്റിയിൽ പെട്ടെന്ന് എത്തുമല്ലോ. പിന്നെ അങ്ങോട്ട് ദുബായി പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ സ്റ്റാർ തന്നെയാണ്. അവിടെ നടക്കുന്ന ചെറിയ ഉദ്ഘാടനം, ചെറിയ എന്തെങ്കിലും മലയാളി ഫംഗ്ഷനില് 16 വയസ്സുള്ള കുട്ടിയാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് പോണത്. നമ്മള് ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് ചിരിയാണ് വരുന്നത്. എങ്ങനെ ഞാൻ എന്താണ് അവിടെ ചെയ്ത് കൂട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ മേ ബി ഇഫ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ കേരള, എനിക്ക് തോന്നുന്നു അതെനിക്കൊരു മിസറബിൾ ടൈം തന്നേനെ. ഞാനിപ്പോൾ അത് പറയാനുള്ള കാരണം, ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഈ ചൈൽഡ് ആക്ടേഴ്സായിട്ട് കുറേ പേര് അഭിനയിക്കുന്നുണ്ട്. അതിൽ ഞാൻ എടുത്തു പറയുന്നില്ല പേരുകളൊന്നും, പക്ഷെ അതിൽ നന്നായിട്ട് തന്നെ അവർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. എന്നാൽ അവരെ ഒരു ഗസ്റ്റായിട്ട് ഒരു സ്ഥലത്ത് വിളിക്കുമ്പോൾ അവിടെ വിളിക്കുന്നവരാണ് ഓർക്കേണ്ടത്, ഇഫ് ദ ചൈൽഡ് ഹാസ് ടു സ്പീക്ക് ഫോർ വേർഡ്സ് ഓർ നോട്ട്. അല്ലെങ്കിൽ നിങ്ങൾ കുട്ടി ഒരു വെൽക്കം പറയൂ, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പം ആ കുട്ടിയുടെ പേരൻസ് നാച്ചുറൽ ആയിട്ട് ആ കുട്ടീനെ പ്രിപ്പയർ ചെയ്യാണ്. മോളെ ഇന്നവിടെ പോയി എന്ത് പറയും, നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, എന്നെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ വളരെ നന്ദി എന്നൊക്കെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവാദിത്വം പേരൻസിനുണ്ട്. പക്ഷെ ആ ഒരു കാര്യം ഇപ്പോൾ മൊബൈലുകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ പല രീതിയിലൊക്കെ വരുമ്പം നാട്ടുകാർക്ക് ആ കുട്ടിയെ ഒരു പ്രോപ്പർട്ടി ആയി കണ്ട് അതിനങ്ങ് കമന്റ് ചെയ്ത് കുളമാക്കുകയാണ്. സോ why would she be exposed to that now? ആ കുട്ടിക്കും ആ മൊബൈലും ആ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഈസിലി ആക്സസിബിൾ ആണ്. ആ കുട്ടിക്ക് എത്രത്തോളം മാനസികമായിട്ട് അത് ഈ യങ് ഏജിൽ എഫക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല. ഒരു മേ ബി ഒരു 9-10 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ ഇത്രയും നെഗറ്റിവിറ്റീസ്, വളരെ മോശമായിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്നത് അത് വായിക്കുമ്പോൾ ആ കുട്ടി ഇൻ എ മിനിറ്റ് അതിന്റെ ഇന്നസെൻസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ ബൈ ദ ടൈം ഷീസ് 12 she's done. 13 years America, she's already gone through her worst times. Why would you do that? So ആ ഒരു കാര്യത്തിന് എനിക്ക് ഐ ഫീൽ ബാഡ്. ഇപ്പം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരെ ഓരോ സ്ഥലത്ത് വിളിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ, എൻകറേജ് ചെയ്യൂ, അവരെ കൈയടിക്കുക. അവരോട് മൈക്കിൽ നിന്നുകൊണ്ട് തന്നെ എന്തൊക്കെയുണ്ട് മോൾ, ഏത് സ്കൂളാണ് മോൾ, ഏത് ക്ലാസ്സിലാണ്, നമുക്കൊക്കെ മോളുടെ പടം ഇഷ്ടമായി, മോൾക്ക് എന്താ ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് അത് അവിടെ വൈൻഡപ്പ് ചെയ്യുക. അവിടെ ആ കുട്ടിയെ കൊണ്ട് വലിയ സ്റ്റാറിന്റെ ആർഭാടവും എന്താ പറയാ സ്വീകരണവും അതും ഇതൊക്കെ കൊടുത്തിട്ട് വാട്ട് മോർ ഡു യു എക്സ്പെക്ട് ദാറ്റ് ലിറ്റിൽ ഗേൾ ഓർ ലിറ്റിൽ ബോയ് ടു ഡു? എനിക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു ഐ എം ഗ്രേറ്റ്ഫുൾ. എൻ്റെ ഇന്നസെൻസ് മേ ബി ഒരു 17-18 years വരെ ഐ വാസ് ഏബിൾ ടു be that little school girl. എനിക്ക് 18 years ആകുമ്പോൾ ഞാൻ കോളേജ് ഗേൾ ആയി മാറി, കറക്റ്റ് ടൈമിൽ കറക്റ്റ് രീതിയിൽ. സോ അത് ആണ് ഈ കാലത്ത് ഈ ഇൻഡസ്ട്രിയിൽ എല്ലാവരും കുട്ടികൾ വെൻ വെരി ഈസിലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഏജിൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയിലോട്ട് കയറി കഴിഞ്ഞാൽ അവർ മിസ് ചെയ്യാൻ പോണത് ഇനി അങ്ങോട്ടും. എൻ്റെ മകളെ ഞാൻ പറയാണ്, അവള് ചിലപ്പോൾ ഭാവിയിൽ ഞാൻ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ വിടുമ്പം ഞാൻ കുറേ പ്രാവശ്യം ചിന്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പം വേറൊരു സ്ഥലത്തേക്ക്, അവളെ സെക്യൂർ ആണെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്തേക്കായിരിക്കും ഞാൻ ചിലപ്പം അവളുടെ ടാലന്റ് എക്സ്പോസ് ചെയ്യാൻ പോവാ. ബിക്കോസ് ഐ ഹാവ് ഹാഡ് മൈ ലെസൺസ് ലേൺ. ഗർഭകാലത്ത് നമ്മൾ ചിന്തിക്കുന്ന, അമ്മമാർ ചിന്തിക്കുന്ന കാര്യങ്ങളും അവർ കേട്ട മ്യൂസിക്കും അതുപോലെ നമ്മൾ ചൈൽഡ്ഹുഡിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത കുറച്ച് മോറൽ വാല്യൂസ് ഒക്കെ ഈ നമ്മളെ പിള്ളേരുടെയൊക്കെ ക്യാരക്ടർ ഡെവലപ്മെന്റിനും ക്യാരക്ടർ രൂപീകരണത്തിനൊക്കെ ഒരുപാട് സഹായിക്കും, അതൊരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നൊക്കെയാണല്ലോ സയൻസ് പറയുന്നത്. അങ്ങനെ തക്കിട്ടൂന് ഇന്റൻഷനലി പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്ന കുറച്ച് വാല്യൂസ് ഉണ്ടാവുമല്ലോ ആസ് എ മദർ.
അതിൽ എടുത്തു പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ആളോട് എന്തൊക്കെയാ, എന്താ? ലൈക്ക് ഇത് ചെയ്താൽ തെറ്റാണ്, ആ തെറ്റ് ഞാൻ അമ്മയോട് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല എന്ന തോന്നൽ എൻ്റെ മോൾക്കുണ്ട്. ഓക്കെ. അപ്പോൾ അത് എനിക്കുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഹെൽപ്പ് മീ ഇൻ മൈ ലൈഫ്. എനിക്കെല്ലാം തുറന്നു പറയാവുന്ന ഒരു സ്പേസ് എനിക്ക് എൻ്റെ അമ്മ തന്നിട്ടുണ്ട്. എന്നാൽ ഭയമുണ്ടോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ പേടിക്കുന്ന ആരാ? എൻ്റെ അമ്മ തന്നെയാണ് ഇപ്പോഴും. സോ ആ ഒരു കൈൻഡ് ഓഫ് അറ്റാച്ച്മെന്റ്, ലവ് ആൻഡ് ദ സെയിം ടൈം റെസ്പെക്ട്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അവിടെ UAE കുറെ ഈ പറഞ്ഞ സ്റ്റേജ് പെർഫോമൻസും അവിടുത്തെ ടെലിവിഷനിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആള്. നമ്മുടെ നാട്ടിലെക്കാട്ടി ഉത്സാഹമാണ് അവിടെ. ഒരു കലോത്സവം ഒക്കെ നടന്നു കഴിഞ്ഞാലേ അവിടെ ജഡ്ജ് ചെയ്യാൻ വരുന്നവര് പേടിക്കും. ടൈറ്റ് ആണ് അവിടെ. അങ്ങനെ ഒരാളെ പിന്നെ എങ്ങനെയാ മലയാള സിനിമ കണ്ടുപിടിക്കുന്നത്, ഇങ്ങോട്ടേക്ക് പിന്നെ പറഞ്ഞു നടന്നതൊക്കെ എങ്ങനെയാ? അതൊക്കെ എന്തോ ലൈഫ് ആസ് ലൈഫ് വെന്റ് ഓൺ, ഇറ്റ് ഹാപ്പൻഡ്. ആ സമയത്ത് എൻ്റെ ഫസ്റ്റ് TV ഷോ എന്ന് പറയുന്നത് ദുബായിലുള്ള ഒരു മലയാളം ചാനലിൽ 10 വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാൻ ആങ്കർ ആയിരുന്നു. ഒരു കിഡ്സ് ടെലി ക്വിസ് ഷോ. അപ്പൊ അതിനകത്ത് ആ ചാനലിൽ വർക്ക് ചെയ്ത ഒരാളായിരുന്നു അതിന്റെ ഫസ്റ്റ് ഡയറക്ടർ, സോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പം ആള് ആ ചാനൽ വിട്ടിട്ട് നാട്ടിലേക്ക് മൂവി എന്ന് പറഞ്ഞിട്ട് ആ ഡ്രീം പെർസ്യൂ ചെയ്യാൻ വേണ്ടി നാട്ടിൽ വന്നു. അപ്പോഴാണ് എൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ആള് കാണുന്നത്, എന്തോ TV എന്തോ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ചിക്കുനെ, ആ സമയം ചിക്കുനാണെന്ന് വിളിക്കുക, ചെറുതായിരുന്നല്ലോ ഞാൻ, 5 വയസ്സുള്ളപ്പം അത് കാണുന്നതാണ്. അപ്പം എനിക്ക് ചിക്കുനെ വെച്ച് എൻ്റെ ഫസ്റ്റ് ഫിലിം ഡെബ്യൂ ചെയ്യണം എന്ന് പറയുന്നു. അതിൽ തിലകൻ സർ അഭിനയിക്കുന്നു, എനിക്ക് ഡബിൾ റോൾ ആകുന്നു. അങ്ങനെ 1 സ്ട്രോങ് ക്യാരക്ടറും. എൻ്റെ അച്ഛനമ്മയ്ക്കും പിന്നെ അയ്യോ വെക്കേഷൻ ടൈം, അപ്പം പിന്നെ ഞാനൊന്നും അല്ല ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ക്ലാസ് പോയില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, കുട്ടിക്ക് എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ യൂഷ്വൽ ബിഗ് ബാങ് ഹീറോ കമേഴ്ഷ്യൽ മൂവി അല്ല. സോ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അഭിനയം നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ആ ഒരു അഡ്വാൻറ്റേജ് ക്രിട്ടിക്സ് അവാർഡ് ഫോർ ബെസ്റ്റ് ഡെബ്യൂട്ടന്റ് ആ ഇയർ കിട്ടിയിരുന്നു. അതിന്ന് അങ്ങോട്ട് പിന്നെ ഒന്നും നോക്കിയില്ല, ഇനി നല്ലത് വന്നാൽ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ അഗൈൻ ഐ ഡിഡ്ന്റ് വാണ്ട് ടു കോംപ്രമൈസ്. ആ സ്കൂളിന്റെ ഇത് വിട്ടുപോയാൽ പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സ്റ്റുഡിയോസ് ആയിരുന്നു ആ സമയത്ത് ആക്ച്വലി ആയിരുന്നു. പക്ഷെ 12th കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫീൽഡ് മാറി. ഇനിഷ്യലി ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് എനിക്ക് സൈക്കോളജി ആയിരുന്നു എൻ്റെ മെയിൻ. അപ്പം അത് പെർസ്യൂ ചെയ്യാൻ വേണ്ടി ട്രിപ്പിൾ ബാച്ചിലേഴ്സ് ആയിട്ടാണ് ഞാൻ ബാംഗ്ലൂർ വരുന്നത്. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അവിടുത്തെ കോളേജിന്. അപ്പം പറ്റുന്നതേ അവിടെ നിന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് സിനിമ എന്നുള്ളൊരു കാര്യം അതങ്ങ് പോയി. ഓക്കെ. ഇപ്പൊ നമ്മള് സിനിമകൾ എണ്ണിയാലേ 3-4 സിനിമയാണ് മാക്സിമം ചെയ്തേക്കുന്നത്. പക്ഷെ താങ്കൾക്ക് കിട്ടുന്ന ഒരു ഈ ജനപ്രീതി ഒരു 20-25-50 സിനിമകൾ ടെലിവിഷന്റെ പവറാണ് ഗദ്ദാഫി. കാരണം നമ്മള് TRP ടെലിവിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ്സ് ഇന്നുള്ളത് ടെലിവിഷൻ സീരിയൽസിലാണ്. നമുക്ക് തോപ്പിക്കാൻ പോലും പറ്റില്ല. അതായത് നമ്മൾ വിചാരിക്കും ഇന്ന റിയാലിറ്റി ഷോ ആണ് നാളെ നാട്ടുകാർ മിസ് ചെയ്യാൻ പോണെന്ന്. അല്ല, ഒരു സീരിയൽ നിർത്തിക്കൊടുക്കും, അവിടെ വീട്ടുകാർക്ക് എല്ലാം പ്രശ്നമായിരിക്കും. സോ ഏതൊരു വലിയ റിയാലിറ്റി ഷോന്റെ ഗ്രാൻഡ് ഫിനാലിയിൽ വരുന്ന റേറ്റിംഗിനെക്കാട്ടിലും ഒരു 2 ഇരട്ടി കൂടുതലായിരിക്കും റെഗുലർ തിങ്കൾ മുതൽ വെള്ളി വരെ കാണിക്കുന്ന സീരിയലിന്റെ ഡെയിലി റേറ്റിംഗ്. സോ അത് കൊണ്ട് ആ ടെലിവിഷന്റെ പവറാണ്. ആ സിനിമകളെക്കാളും കൂടുതൽ ടെലിവിഷൻ വഴി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ഡിഫറെന്റ് ഫീലിംഗ്. സോ ഐ ഹാവ് ബോത്ത്. പണ്ടത്തെയും എനിക്കറിയാം, ഇപ്പോഴത്തെയും അറിയാം. 2 രീതിയിലും. ഇപ്പൊ ചിലവരെന്നെ ആക്ട്രസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നു, ചിലവർ യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് കാണുന്നു, ചിലവർ ആങ്കർ എന്ന് പറഞ്ഞിട്ട് കാണുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ എൻജോയ് ചെയ്യുന്ന സ്പേസ് ചിലവർ ആക്ച്വലി എന്നെ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് ദിസ് ഇസ് മൈ സ്റ്റോറി. ഇപ്പൊ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് മദറിന്റെ എന്ന് പറഞ്ഞിട്ടില്ലേ, അമ്മയായിട്ടുള്ള ഒരു ഫേസ്. ഈ അമ്മയായതിനു ശേഷം ആ ശില്പയുടെ ഒരു പേഴ്സണാലിറ്റിയിലും ക്യാരക്ടറിലൊക്കെ വന്നിട്ടുള്ള ഒരു വലിയ ചേഞ്ച് നോട്ടീസ് ചെയ്തേക്കുന്നത് എന്താ? എൻ്റെ അമ്മ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. എനിക്ക് അവളുടെ കൂടെ ഞാനൊരു അമ്മയായിട്ടുള്ള ഫീൽ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ അമ്മ നല്ല വിളിക്കുന്നത്. അപ്പോൾ അവൾ ആദ്യമേ എൻ്റെ വീട്ടിലെല്ലാവരും എന്നെ വിളിച്ച് കേട്ട് ചിക്കു ചിക്കു വിളിച്ചു തുടങ്ങി. അപ്പം ഭയങ്കര ക്യൂട്ടല്ലേ അത് കേൾക്കാൻ, കുഞ്ഞു ബേബി ചിക്കു ചിക്കു എന്ന് വിളിക്കുന്നു. പിന്നെ അത് അങ്ങനെ ആയി. അതുകൊണ്ടും കൂടി ആവാം the kind of bond we have with each other is also mostly friendship. So എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ എന്താ പറയുക, പ്രസവിച്ച ഒരു ഫ്രണ്ട്, അങ്ങനെയുള്ള ഒരു that's how I'd like to call that forever. So of course biologically എൻ്റെ ആവശ്യം എന്താ പറയുക, ഏതൊരു അമ്മയെ പോലെ I have to do it for her എന്ത് കാര്യത്തിലും. But at the same time the need of the hour is to be a good friend.
ഇതിപ്പോൾ നിങ്ങളുടെ ഫാമിലി പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ടോക്ക് ഓഫ് ദി ടൗൺ ആണ്. നിങ്ങളുടെ ഒരു ബോണ്ടും നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇൻസ്പിറേഷനാണ്, എല്ലാവരും എടുത്ത് പറയാറുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഏറ്റവും മോശം സമയത്തും ഏറ്റവും നല്ല സമയത്തും നിങ്ങൾ തോളോട് തോൾ ചേർന്ന് എപ്പോഴും നിന്നിട്ടുണ്ട്. എപ്പോഴും നിന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന ഇപ്പോൾ ഈ ഒരു സ്റ്റേജില്ലേ, മെച്യൂർഡായ ഒരു അമ്മയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ ഫ്രണ്ട്ഷിപ്പ്, വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ് ഫോർ യു ഈ ചോദിച്ചാൽ എന്താ പറയാൻ തോന്നുന്നത്? ബേസിക്കലി നമ്മൾ അമ്മയാകുമ്പോൾ അതാണ് സംഭവം, നമുക്ക് ഭയങ്കര പ്രഷറാന്നേ. ഇപ്പം ഗദ്ദാഫി എന്നെ ഒരു നോർമൽ ഒരാള്, നാളെ ഞാനൊരു അമ്മയെന്ന് പറയുമ്പോൾ എന്നെ കാണുന്നതേ വേറെ ആയിട്ടാ. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വി ആർ ഓൾ സ്റ്റിൽ ഗേൾസ് ഇൻസൈഡ്, ലിറ്റിൽ ഗേൾസ് ഇൻസൈഡ്. നമ്മളെ ലൈഫിൽ നമ്മളൊരു പാർട്ട്ണർ വരുന്നു, കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു, ഫാമിലി സ്റ്റാർട്ട് ആവുന്നു, നമ്മളിപ്പോഴും ഇതെന്താ അതെന്താ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ നമ്മളത് ചോദിക്കുമ്പോൾ ഓ വലിയ അമ്മയായി ഇപ്പോഴും അറിയില്ല എന്ന് ആൾക്കാർ പറയുമ്പോഴത്തേക്കും വി ആർ റെസ്ട്രിക്റ്റഡ്. വി ഫീൽ ലൈക്ക് ഓ മൈ ഗോഡ്, നമുക്കൊന്നും അറിയാൻ പാടില്ലേ, നമ്മള് ഇത് എല്ലാം തീർന്നോ? അതായത് ഇനി ഞാൻ ഈ ലോകത്തെ എല്ലാം അറിയുന്ന ഒരു സൂപ്പർ വുമൺ ആയോ? ഐ ഫീൽ ഇറ്റ് ഈസ് വെരി യൂസ്ലെസ്ലി ഹൈപ്ഡ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ അമ്മേനെ എത്ര ആൾക്കാർ പ്രേസ് ചെയ്തിട്ടുണ്ട്? ഐ ഡോണ്ട് തിങ്ക് സോ. നമ്മുടെ അമ്മുമ്മമാരെ ആരെങ്കിലും നല്ലത് പുറത്തുള്ള ആൾക്കാർ നല്ല പറയുന്നത് കേട്ടിട്ടുണ്ടോ? അൺലെസ് ആൻഡ് അൺടിൽ അവരവരുടെ വളരെ വൾണറബിൾ ഏജ് എത്തിയിട്ട് ഈ ലോകം വിട്ട് പോവാണ് എന്ന് അറിയുമ്പോഴായിരിക്കാം ചിലപ്പോൾ അവരുടെ മഹത്വം എന്താണെന്ന് നമ്മൾ ഉള്ളിൽ അകത്തുള്ള ആൾക്കാരോട് പോകും. എൻ്റെ അമ്മ പണ്ട് എന്തായിരുന്നു എന്നറിയാം, അല്ലെങ്കിൽ എൻ്റെ അമ്മുമ്മ പണ്ട് ഉണ്ടാക്കുന്ന ഇത് അമ്മുമ്മ ഉണ്ടാക്കി തന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞായിരുന്നോ അമ്മുമ്മേൻ്റെ അത്ര ടേസ്റ്റായിട്ട് ഇത് ആരും ഉണ്ടാക്കാറില്ല എന്ന്? അപ്പോൾ വളരെ യൂസ്ലെസ്ലി ഒരു പോയിന്റ് വരെ ഇത് ഓവർ ഹൈപ്ഡ് ആണ്. ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്. ഒരു ആനിമൽ ഗിവ്സ് ബർത്ത്, ഡസ് ദി ആനിമൽ be treated differently from the other animals? No. Why don't you do that to human beings? നമ്മൾ അങ്ങനെ ഒരു അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ലൈഫിൽ പോയി കഴിഞ്ഞാലും നമ്മളെ അതേപോലെ ട്രീറ്റ് ചെയ്യുക. ബിക്കോസ് ഇസ് ദ ഫാദർ ചേഞ്ചിങ്. നിങ്ങൾ അച്ഛനായതിനു ശേഷം നിങ്ങളിലുള്ള മാറ്റങ്ങൾ എന്താണെന്ന് ചോദിക്കാത്തത് എന്താ? വി ആർ ഓൾ ഹ്യൂമൻസ്, വി ഓൾ മേക്ക് മിസ്റ്റേക്സ്. സോ ഐ ഫീൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദം ലൈക്ക് എനി അതർ പേഴ്സൺ. കഴിഞ്ഞ ദിവസം വരെ നിങ്ങളുടെ അടുത്തുള്ള സുഹൃത്തായിരുന്നേക്കാം, നാളെ അവളൊരു അമ്മയായാൽ മുമ്പത്തെക്കാളും കൂടുതൽ അവള് ചെറുതായി. കാരണം അവക്കിപ്പോ ഒന്നും അറിയില്ല. മുമ്പ് അറിയുന്നുണ്ടായ കാര്യം പോലും ഇപ്പൊ അറിയില്ല. കാരണം അവള് വേറെ സോണിലേക്ക് പോയി, ഒരു പരിചയമില്ലാത്ത ഒരു സോണിലേക്ക് പോയി. സോ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ട്രീറ്റ് ഹർ ഈവൻ ബെറ്റർ ദൻ ബിഫോർ. സോ അതാണ് എനിക്കെപ്പോഴും ഒരു അമ്മയാകുമ്പോൾ ഒരാൾ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പം അമ്മയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്താ ചെയ്യാന്നറിയോ? പോയിട്ട് അവൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. ആൾക്കാരെന്താ ചെയ്യാ? പോയി കുട്ടിക്കുപ്പായങ്ങളും കുട്ടി ഇത്. ആ സമയത്ത് അമ്മ താങ്ക് യു. പക്ഷെ അമ്മേനെ ഞാൻ ആലോചിക്കും, ആ അമ്മയ്ക്ക് ഇപ്പൊ വേണ്ടുന്നത് എന്താ? ഓക്കെ, ഡെലിവറി കഴിഞ്ഞിട്ട് ഇന്ന സാധനങ്ങളായിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ ഇത് ഒരു പാട്ട് വെക്കാൻ ഒരു ചെറിയ മ്യൂസിക് സെറ്റോ, അല്ലെങ്കിൽ മെറ്റേണിറ്റി ഫീഡ് ചെയ്യാൻ വേണ്ടി ഒരു നഴ്സിംഗ് ഡ്രസ്സോ, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കൺസിഡറേഷൻ ചേഞ്ചസ് എ ലോട്ട്. സോ ഐ വിഷ് മോർ പീപ്പിൾ ഹാഡ് ദാറ്റ്. അടിപൊളി. അതിപ്പോൾ ഞാനേ ഇപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂസിൽ എപ്പോഴും ചിലപ്പോൾ ഭാവനയെ പറ്റി ചോദിച്ചേക്കും. ഞാൻ പറയുന്നത് ഭാവന എന്നുള്ളൊരു ഫ്രണ്ടിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഭാവന എന്നുള്ളൊരു നടീനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഭാവന എന്ന് പറയുന്നൊരു വ്യക്തിയെ എത്രമാത്രം നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്? അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നമ്മളൊക്കെ നോക്കി കാണുന്ന രീതിയിൽ ഇപ്പോൾ അവരുടെ ഒരു ഓറയുണ്ടല്ലോ ആളുകൾക്കിടയിൽ, ഇത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഞാൻ പറയുന്നത് ഫ്രണ്ടിനെ മാറ്റി നിർത്തുക, നടിയെ മാറ്റി നിർത്തുക, ഒരു വ്യക്തി എന്നുള്ളൊരു സ്ത്രീ എന്ന നിലയിൽ. ആക്ച്വലി ഷീ ഹാസ് ഓൾവേസ് ബീൻ ഇൻഫ്ലുവൻഷ്യൽ. പറയുന്നത് 16 വയസ്സ് മുതൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെയും ഷീ ഡിഡ്ന്റ് നോ വാട്ട് ഷി വാസ് ഡൂയിങ്, ഷി വാസ് ജസ്റ്റ് ബീയിങ് ഹെർസെൽഫ്. അതായത് 16 വയസ്സുള്ള ഒരു സ്കൂൾ കുട്ടി ഒരു സിനിമ സെറ്റിനകത്ത് പോയാൽ എങ്ങനെ, എനിക്കത് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരുടെ അടുത്തും പോയി മിണ്ടണു. ഇവിടെ ആ സെറ്റിൽ ഇത് പിടിക്കുന്ന പൈപ്പ് പിടിക്കുന്ന ചേട്ടൻ മുതൽ ചായ കൊടുക്കുന്ന ചേട്ടൻ മുതൽ ഡയറക്ടർ വരെ, വലിയ സ്റ്റാർഡമുള്ള ഹീറോ വരെ എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യും. അതാണ് നമ്മൾ ചെറുപ്പത്തിൽ വരുമ്പോൾ നമുക്കൊന്നുമില്ല നമ്മുടെ മനസ്സിൽ. ഇഷ്യൂ വന്നതിന് ശേഷം, കേസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ടോട്ടൽ ടേൺ ഓവറാണ് സംഭവിച്ചത്. ഭയങ്കര ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. ഷീ ഹാഡ് ടു ടേക്ക് ഇറ്റ് ഓൾ ബൈ ഹെർസെൽഫ്. അപ്പം അതുകൊണ്ട് അപ്പം മുതൽ ഇപ്പം വരെ പല കാര്യങ്ങളും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ബേസിക്കലി വിത്ത് ദ വേ ഷീ ഈസ്. നമ്മൾ ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഷീ ഈസ് ഗോയിങ് ത്രൂ എ ലോട്ട്. അപ്പം ഓരോ സമയം പൊട്ടിത്തെറിക്കാനോ ഒന്ന്
മിണ്ടാതിരിക്കാനോ എൻ്റെ അടുത്ത് സംസാരിക്കാനും സംസാരിക്കാതിരിക്കാനും ഉള്ള ഫ്രീഡം ഉള്ളൊരു ഫ്രണ്ടാണ്. ആ സംസാരിക്കാതിരിക്കാൻ എന്തുകൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ടാണ് ഞാൻ. ഷീ ഡസൻറ്റ് ഹാവ് ടു എക്സ്പ്ലെയിൻ. ഇഫ് ഷീ is missing for 2-3 days, I know why she is missing. She doesn't have to explain it to me. ആ ഒരു ഫ്രീഡമാണ് നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പിനകത്ത് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. എനിക്കും അതുപോലെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ റെയറായിട്ടേ നമുക്ക് ഈ ഇൻഡസ്ട്രിയിലും കാണാറുള്ളൂ. കാരണം കൂടുതൽ പേരും ഈ കോമ്പറ്റീഷൻ, നീയാണോ വലുത് ഞാനാണോ വലുത്, നീ ആരാ ഞാനാരാ ഒരു സാധനം, അത് ഉണ്ടാവാതെ റിലേഷൻഷിപ്സിലോട്ട് ഫോക്കസ് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് ആരൊക്കെ വേണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു മെച്ചോറിറ്റി നമുക്ക് വരുമ്പം ഉണ്ടാവുന്ന ഫ്രണ്ട്സാണ് ഫോർ എവർ ഉണ്ടാവുന്നത്. ഷീസ് ദാറ്റ്. ഓക്കെ. കഴിഞ്ഞ ദിവസം ഞാനപ്പോൾ ഫേസ്ബുക്കിൽ ഒരാൾ എഴുതിയേക്കുന്ന ഒരു എന്താ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയാണ്. അത് രമ്യ നമ്പീഷിനെ പറ്റിയാണ്. അതായത് രമ്യ നമ്പീഷൻ ആളുടെ സുഹൃത്തിന് വേണ്ടി സംസാരിച്ചത് കൊണ്ടും ഒരു അനീതിക്കെതിരെ അവർ വോയിസ് ഉയർത്തിയത് കൊണ്ടും മാത്രം, അതായത് കഴിവില്ലാത്തത് കൊണ്ടല്ല, ഇത് ചെയ്തുകൊണ്ട് മാത്രം അവർക്ക് അവസരങ്ങൾ തുടർച്ചയായിട്ട് നഷ്ടപ്പെടുക. അത് രമ്യ നമ്പീഷ് എന്ന് പറയുന്ന ആക്ട്രസിനെ കുറിച്ച് മാത്രമല്ല അത് പറയുന്നത്. ആ ഒരു ഓർഗനൈസേഷനകത്ത് പോയ എല്ലാ തൻ്റെയുടെ ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള കഴിവുള്ള സ്ത്രീകളെയാണ് അത് പറയുന്നത്. പക്ഷേ എന്ന് കരുതി അതിനകത്തുള്ള പലർക്കും ഇപ്പോൾ സിനിമ ഇല്ലാന്നോ സിനിമകൾ ചെയ്യുന്നില്ല എന്നോ ഇല്ല. ചിലപ്പം ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ഇൻ മലയാളം, ബട്ട് ദേ ആർ ബിഗ് ഇൻ ബോളിവുഡ്, ദേ ആർ ബിഗ് ഇൻ തെലുഗു, ദേ ആർ ബിഗ് ഇൻ തമിഴ്. അല്ലെങ്കിൽ ദേ മൈറ്റ് ഹവ് വെഞ്ചേർഡ് ഔട്ട് ഇൻ ടു ടെക്നിക്കൽ സൈഡ്, ചിലപ്പോൾ കൊറിയോഗ്രാഫി, ഡയറക്ഷൻ, അല്ലെങ്കിൽ മ്യൂസിക്. ഇപ്പം രമേശി എന്നൊക്കെ പറയുന്നത് രമേശിയുടെ പണ്ട് മുതലേ ഉള്ള ആഗ്രഹമാണ് എനിക്കൊരു സിംഗർ ആവാം. അതാണ് ഫസ്റ്റ്, പിന്നെയാണ് ആക്ട്രസ് എന്ന് പറയുന്നത്. ആക്ട്രസ് ജസ്റ്റ് ഹാപ്പൻ ടു ഹർ, ബട്ട് വെൻ ഇറ്റ് ഡിഡ് ഷീ ഈസ് ഡൂയിങ് ഇറ്റ് കംപ്ലീറ്റ്ലി വെൽ. പക്ഷേ ഇപ്പോഴും ആളുടെ പാഷൻ എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. സോ ഇതാ പറയുന്നത്, നമ്മളൊരു പോയിന്റ് കഴിയുമ്പം നമ്മൾക്ക് ഇതൊന്നും ഒന്നും അല്ലാണ്ടാവും. സമാധാനമാണ് വലുത് എന്ന് തോന്നുന്ന ഒരു സമയം മേ ബി അതുകൊണ്ടായിരിക്കാം ദേ ആർ നോട്ട് എക്സ്പോസ് ടു സോഷ്യൽ മീഡിയ മച്ച്. അവരെ കുറിച്ച് ആരും എന്ത് എവിടെ എഴുതി കഴിഞ്ഞാലും സത്യം പറഞ്ഞാൽ അവരിത് അറിയാറില്ല. ആരെങ്കിലും അറിയിച്ചാൽ കൂടെ എടേ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം, എൻ്റെ ഇന്നത്തെ ഈ ഷോനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതായിരിക്കും സംസാരിക്കാം. ഇറ്റ് ഡസൻറ്റ് റിയലി ബോദർ. നമ്മൾ ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞ് വന്നു. ശില്പയുടെ അടുത്ത് നിൽക്കുന്ന കുറച്ച് ആളുകളുടെ ബൈറ്റ് ഒന്ന് കേൾപ്പിക്കട്ടെ. അത് ആരാണെന്ന് ആദ്യം പറയണം, എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്ന് മറുപടി കൊടുത്താൽ മതി. ഓക്കെ. ആദ്യത്തെ ആള് ഈ പറഞ്ഞ ഹാപ്പിനെസിന്റെ ഒരു കീ തന്നെ ആയിരിക്കണം. നമസ്കാരം, സെലിബ്രിറ്റി ആങ്കർ സിപ്പളബാല. നീ എപ്പോഴെങ്കിലും ഷോയില് റിയാലിറ്റി ഷോയിൽ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു പെർഫോമൻസ്, ഒരു കണ്ടസ്റ്റന്റ് ഡാൻസോ പാട്ടോ എന്തോ ആയിക്കോട്ടെ, അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് എന്ത് തല്ലിപ്പൊളി പെർഫോമൻസ് ആയിരുന്നടാ എന്ന് മനസ്സിൽ തോന്നിയിട്ട് പോലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം wow wonderful so nice 10 out of 10 കൊടുക്കൂ എന്നൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ടോ? സത്യം പറഞ്ഞോ. വന്നിട്ടുണ്ടോ? അരുൺ അയ്യോ, ഇത്രയും വർഷത്ത് ഞാൻ ആങ്കറിങ്, നമ്മൾ കോ ആങ്കറിങ് ചെയ്യുന്നത് ഈവൻസിനായിരിക്കാം അല്ലെങ്കിൽ റിയാലിറ്റി ഷോ. ഈവൻസിന് ഞാൻ ഒത്തിരി മെയിൽ ആങ്കേഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സത്യം പറയാലോ, വേറെ ആരും ഒന്നും വിചാരിക്കരുത്, അരുൺ ഇസ് സ്പെഷ്യൽ. അവനൊരു മെയിൻ സ്ട്രീം ആങ്കർ അല്ല പ്രൊഫഷണലി, ഹി ഈസ് എൻ ഓൺട്രപ്രനർ. ബട്ട് അവന് നല്ല കഴിവുള്ള ഒരാളാണ്, നല്ല സുഹൃത്താണ് എൻ്റെ. അപ്പൊ അരുണിന്റെ കൂടെ ഞാൻ ചെയ്ത ഷോ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു കാര്യം അരുൺ എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ലൈഫിൽ വന്നു എന്നുള്ളതാണ്. അരുൺ ഇപ്പൊ ചോദിച്ച ചോദ്യമില്ലേ, അത് അവനെ കുറിച്ചാണ് ചോദിച്ചത്. കാരണം ഈ പറയുന്ന പോലെ റിയാലിറ്റി ഷോയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില പെർഫോമൻസ് ഒക്കെ മോശം എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാറില്ല. അതിൽ ഇത് ഇങ്ങനെ ചെയ്താൽ പൊളിച്ചൻ, അയ്യോ ഇത് ഇവര് പ്രാക്ടീസ് ചെയ്തില്ലേ, അല്ലെങ്കിൽ അയ്യോ ഇത് ഇങ്ങനെ കൊറിയോഗ്രാഫി, ഇങ്ങനെ ഞാൻ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സ് നാച്ചുറലി അങ്ങനെ വരും. പക്ഷെ നമ്മളവിടെ അത് ചോദിക്കില്ല. ആ ഷോയിൽ ഞാൻ ആങ്കർ ആണെങ്കിൽ ഇറ്റ്സ് ഡിഫറെന്റ്, മെന്റർ ആകുമ്പോൾ ഇറ്റ്സ് ഡിഫറെന്റ്. ആങ്കറായി നിന്ന് കഴിഞ്ഞാൽ ഞാൻ അതിലെ ആ കണ്ടസ്റ്റന്റിന്റെ സൈഡ് എന്ത് വന്നാലും പിടിച്ചിട്ട് സംസാരിക്കണം. അതാണ് നമ്മൾ ചെയ്യണത്. ബിക്കോസ് അവര് ചേർത്ത് നിൽക്കാന്നുള്ളതാണ്. സോ ഞാനവിടെ പോയി കഴിഞ്ഞാൽ എന്താ സൂപ്പർ ആയിരുന്നടാ, നീ പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട ഞാൻ പറയും. അപ്പൊ ഇവൻ ഇങ്ങനെ നോക്കും. എന്നിട്ട് അതൊക്കെ ഞാൻ എനിക്ക് ഇങ്ങനെ മുഖത്തോക്കി ഇങ്ങനെ പറയാൻ ചോദിക്കാം. അത് അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെയാണ് നീ ചെയ്യേണ്ടത്, ഓക്കെ അങ്ങനെയാണല്ലേ. പിറ്റേ ദിവസം എന്നെക്കാളും നന്നായിട്ട് അവനത് അഭിനയിക്കും. അപ്പൊ അവൻ പറയും അവന്റെ ബേസിക് ടിപ്സ് ഒക്കെ ഞാനാണ് പറഞ്ഞത്, കള്ളത്തരങ്ങൾ എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അതല്ല,
അവനറിയാം ഇറ്റ്സ് ഡിഫറെന്റ്. നമ്മൾ ടെലിവിഷനിൽ ഉണ്ടാകുമ്പോൾ റേഡിയോനെ കാട്ടി ഒത്തിരി ഡിഫറെന്റ് ആണെന്നൊക്കെ എനിക്ക് തോന്നുന്നു. എനിക്കും അതൊരു ഐ ഓപ്പണിങ് ഇതായിരുന്നു അവന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. സോ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. താങ്കളുടെ വളരെ ക്ലോസ് സർക്കിളിലുള്ള ഒരാളുടെ ബൈറ്റാണ്. ഇങ്ങനെ ഒപ്പിച്ചു കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കേൾപ്പിക്കട്ടെ. ഹലോ 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 ശില്പ ചേച്ചി. അപ്പം ശില്പ ചേച്ചിയോട് ചോദിക്കാത്ത ഒരു ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചോദ്യം ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു ചോദ്യം ചോദിക്കാന്ന് വിചാരിച്ചു. അതെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷെ ചോദിക്കാൻ പറ്റില്ല. അത് എക്സ്ക്ലൂസീവ് ആയി പോകും. ഓക്കെ. അപ്പം ശില്പ ചേച്ചി എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കുന്നതാണ്. അതെ, അതാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. പ്ലസന്റ് ആണ്, മോട്ടിവേറ്റഡ് ആണ്. കുക്കു ദീപയാണോ? അതൊക്കെയാണ്. ഓക്കെ. പക്ഷെ ഇതൊന്നും അല്ല, അതിനെ പറ്റിയുള്ള രഹസ്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ ചോദിക്കാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ ശില്പ ചേച്ചിനെ കാണുന്നത് DKD ഷോയിലൂടെയാണ്. അപ്പം ഈ DKD ഷോയില് ചേച്ചിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഡേ, അത് സന്തോഷായിരിക്കാം, ചിലപ്പോ സങ്കടമായിരിക്കാം. രണ്ടോരോന്ന് പോരട്ടെ. അതെ, രണ്ടോരോന്ന് പോരട്ടെ. അപ്പം ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള ഒരു ഡേ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, അതേപോലെ തന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു ദിവസം, അതിന്റെ ഒരു സിറ്റുവേഷൻ. പെട്ടെന്ന് തന്നെ പറയണമെന്നില്ല, നന്നായി ആലോചിച്ച് കുറെ സമയം എടുത്ത് ഒരു 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞാൽ മതി. ഇതാണ് ഇവര്. അവളെ ഒന്നും ഒറ്റയ്ക്ക് പറയാൻ സമ്മതിക്കൂല, അവളെ ഒന്നും ഒറ്റയ്ക്ക് പറയാൻ സമ്മതിക്കൂല. പക്ഷെ എന്താ പറയാ, ജെംസ് ആണ് ലൈഫിലെ വെരി 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 സ്പെഷ്യൽ പീപ്പിൾ. കുക്കു ദീപ. അപ്പൊ അവര് ചോദിച്ച ചോദ്യത്തിൽ DKDയിലാണ് കുക്കും ഞാനും വർക്ക് ചെയ്യുന്നത് ഒരുമിച്ച്. അതിനകത്ത് കുക്കു മെന്റർ ആയിരുന്നു. അപ്പൊ അതില് സന്തോഷം വന്ന് ഒരുപാട് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുണ്ട്. പക്ഷെ നമ്മള് നാച്ചുറലി നമ്മുടെ മനസ്സെപ്പോഴും സങ്കടമാണല്ലോ ഓർത്ത് വെക്കുക. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സങ്കടം വന്ന, എനിക്ക് തോന്നുന്നു കുക്കു കരഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. കുക്കുവിന് കരയാൻ പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട, ചെറുതെന്തെങ്കിലുമൊക്കെ മതി. അവനെ കുറിച്ച് സംസാരിക്കുമ്പോ തന്നെ അവൻ കരയാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് കുക്കു ഒരു പ്രാവശ്യം ചെയ്ത ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, ഒരു ഓക്ടോപസിന്റെ സ്റ്റോറി ബേസ് ചെയ്തിട്ട് ഒരു ഡാൻസ്. ഒരു ഗിവൻ ഒരു ഇട്ട് നോക്ക്, ട്രയൽ ആൻഡ് എറർ ആയിരുന്നു. അവൻ കേറുന്നതിന് കാട്ടി മുൻപേ അവൻ മരിച്ചു കിടന്ന് ടെൻഷൻ അടിക്കായിരുന്നു. എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ജഡ്ജസ് നല്ല ട്രിക്കി ആക്കി. ആ പെർഫോമൻസ് ഭയങ്കര ഡീപ്പായിരുന്നു. അപ്പൊ എല്ലാവർക്കും അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, പക്ഷെ പെർഫോമൻസ് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ സംഭവം എന്തായിരുന്നു എന്നുള്ളത് അവൻ പേടിച്ച് അവൻ തീർന്നു എന്ന് വിചാരിക്കുന്ന സമയത്താണ് പ്രസന്ന മാസ്റ്റർ അവിടെ ഇരുന്നുകൊണ്ട് ഇവനെ നമുക്കൊന്ന് പേടിപ്പിക്കാം, കമന്റ്സ് പറയാൻ തുടങ്ങി തന്നെ. ഇതാരാ, കുക്കുവിന്റെ ആണോ, എന്താ ഇത് കാണിച്ചത്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദിസ്. തീർന്നു അവൻ കാലി അവിടെ തുടങ്ങി അവൻ നിറയ്ക്കാം. പിന്നെ ഒരു 10-15 മിനിറ്റ് ഈ ജഡ്ജസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം ഹെല്ലാത്തി എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ ഈശ്വര ഇപ്പൊ കറി അവസാനം അവര് എണീക്കുമ്പോഴേക്ക് ഇവൻ ബാക്കി എല്ലാവരും ചാടിയേക്കും കരച്ചില്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞുപോയി. അതേപോലെ തന്നെ ബാലഭാസ്കർ ഏട്ടന്റെയും വൈഫിന്റെയും സ്റ്റോറി ബേസ് ചെയ്തിട്ട് DKDയിൽ ഒരു പെർഫോമൻസ്, DKD ഫസ്റ്റ് സീസണില് ഒരു പെർഫോമൻസ് ശ്രുതി ലക്ഷ്മിയും പേരും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു എന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഇൻസിഡന്റ്. അപ്പൊ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് പേഴ്സണലി എന്താ പറയുക എഫക്ട് ചെയ്തിട്ടും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. കാരണം നമ്മളെ ലൈഫിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ, ഡാൻസിന്റെ ഒരു ഗുണം അതാ, നമുക്ക് എങ്ങനെയും എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് പറ്റും. ആർട്ട് നെവർ ഡൈസ്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ കാണുന്ന പല സിനിമകളും വീണ്ടും എൻജോയ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കി ആ ഫ്രെയിമിനകത്തുള്ള പലരും ഇന്നില്ല, പക്ഷെ നമ്മളെ മനസ്സിലുള്ളവർ ജീവിച്ചിരിക്കുന്ന ഇറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ആർട്ട്. അതെ, ഒരാളുടെ കൂടെ ബൈറ്റ് കേൾപ്പിക്കുകയാണ്. ഹലോ, എനിക്ക് ശില്പയോട് ചോദിക്കാനുള്ളത്, ശില്പ ഒരാളെ മീറ്റ് ചെയ്ത ഒരു ഈവന്റ് ഓർ ഷോയിൽ വെച്ചിട്ട് എന്നെ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെച്ചിട്ടായിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്തിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കാര്യങ്ങൾ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുക, കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ തോന്നിയത്? എല്ലാവരും എപ്പോഴും കൂടെ നിർത്തുന്ന ആളാണ് ശില്പ, പക്ഷെ എന്നാലും എനിക്ക് അത്ഭുതമുള്ള ഒരു കാര്യമാണ്. അപ്പം എനിക്കത് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കണക്ഷൻ? രഞ്ജിനി കുഞ്ചു, ഒരിക്കലും ഞാൻ
എന്താ പറയുക ഒരു ഷോയിലൂടെ ഇത്രയും എൻ്റെ ലൈഫിൽ എന്താ പറയുക ഒരു ഭാഗമാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ എപ്പോഴും ഷോ കഴിഞ്ഞാൽ അത് അവിടെ തീരും. പിന്നെ അഫ്കോഴ്സ് ഇങ്ങോട്ടേക്ക് വരുന്നവരെ വളരെ ജെന്യുവൻ ആയിട്ടാണ് അവർ ആ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അവരെൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. അതിൽ ഞാൻ കുഞ്ചുവിൻ്റെ അബിയുടെയും മെൻറ്ററായിരുന്നു ഡാൻസിങ് സ്റ്റാർസിൽ. അപ്പോൾ ആ സമയത്ത് ഓഫ്കോഴ്സ് നമ്മൾ മാക്സിമം നോക്കുമല്ലോ ആ പെർഫോമൻസ് ഉഗ്രനാക്കി 100 വാങ്ങിയിട്ട് വരാൻ, നമ്മുടെയും കൂടെ പേഴ്സണൽ ആവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ വന്ന ഒരു അടുപ്പാണ്. പിന്നെ അങ്ങോട്ട് നമുക്ക് ഫീൽ ചെയ്യാണ് ഇത് ഷോയിൽ നിന്ന് അവസാനിക്കുന്ന ഒരു ബന്ധമായിട്ട് നമുക്ക് തോന്നൂല. കാരണം ദർ ഓൾവേസ് വെരി വെൽക്കമിങ്. ഞാൻ ഏത് സമയത്തും കൊച്ചി വന്നു കഴിഞ്ഞാൽ എന്നെ എന്താ പറയുക അവിടേക്ക് വിളിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തിനും എൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു നാളെ എനിക്ക് പെട്ടെന്നൊരു എമർജൻസി വിളിക്കണം എന്ന് തോന്നി എൻ്റെ മനസ്സിൽ കുഞ്ചു വന്നു കഴിഞ്ഞാൽ കുഞ്ചു ഓടിയെത്തും എന്ന് എനിക്കറിയാം. അപ്പം വേറെ സർപ്രൈസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഷീ ഈസ് എ സ്റ്റാർ വൈഫ് ആൻഡ് സംതിങ് ഷീ നെവർ wanted to ഷോ ഓഫ് എന്ന് മാത്രമല്ല അത് എവിടെ ആള് യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഒരാള് ഒരു റിയാലിറ്റി ഷോന്റെ കണ്ടസ്റ്റന്റ് ആയിട്ട് വരുമ്പോ തന്നെ നമുക്ക് അതെങ്ങനെ എന്ന് നമുക്ക് തോന്നൂലേ. അതായിരുന്നു കുഞ്ചുനെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഫസ്റ്റ് റീസൺ. കുഞ്ചു പറഞ്ഞിരുന്നു അത് കുറച്ച് ടഫാണ് അങ്ങനെ ഒരു സംഭവം ചെയ്യാന്നുള്ളത്. പക്ഷെ ആളുടെ ഉള്ളിലുള്ള പാഷനാണ്. ഇത് എൻ്റെ ഇഷ്ടല്ലേ, ഞാൻ അത് ചെയ്യുന്ന എനിക്ക് നല്ലതായിട്ട് തോന്നി. I'm like wow. So that is something that attracted me to Kunju. Very very accomplished independent woman. Maybe അതായിരിക്കാം. പിന്നെ കുഞ്ചു മാത്രമല്ല, ഇപ്പൊ കുക്കുദീപയുടെ കാര്യമാണെങ്കിലും എല്ലാവരുടെ കാര്യമാണെങ്കിലും അവരെന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. സോ they're all worth the relationship vice versa also. അടിപൊളി. അതിപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ശില്പ ശ്രദ്ധിച്ചു കാണും, അതായത് ചില ഓൺലൈൻ മാധ്യമങ്ങളിലെങ്കിലും ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ശില്പബാലയ്ക്ക് ഇപ്പോൾ സംഭവിച്ചത് കണ്ടു, ശില്പബാലയുടെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മളൊരു ആരോഗ്യ പ്രശ്നം, അതായത് അത് വലിയ രീതിയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ വാർത്തയാകുന്നുണ്ട്. അതാണ് ഈ ഫീൽഡിൽ വേറൊരു കുഴപ്പം. നമ്മൾ കുറച്ച് നാള് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാലോ വീഡിയോസ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലോ എന്തോ പറ്റി അങ്ങനെ ഒരു സാധനം അത് വരും. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പം നമ്മൾ ബോളിവുഡിൽ എത്ര പേരെ ഫോളോ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് നമ്മൾ അവരെ ഡിസപ്പിയർ ആകുമ്പോൾ അവർക്ക് എന്ത് പറ്റി എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ. അതുപോലെ ചിലപ്പോൾ അവരും അത്രയും ആർഡന്റ് ആയിട്ട് നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ മിസ്സിങ് ആവുമ്പോൾ എവിടെ എന്ന് വിചാരിക്കുന്നത്. അത് സ്നേഹം കൊണ്ടെന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. എല്ലാം ഓക്കെയാണ്, ഞാൻ കംപ്ലീറ്റ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും യൂട്യൂബ് തിരിച്ച് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി. ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല. എൻട്രോട് പറഞ്ഞ പോലെ ഈ ഒരു ഹാപ്പി ഫേസ് ഉണ്ടല്ലോ, എപ്പോഴും താങ്കളുടെ ഇന്റർവ്യൂസ് കാണുമ്പോഴും താങ്കളുടെ ബ്ലോഗ്സ് കാണുമ്പോഴും ഉള്ളൊരു ചിൽ ഫീൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഹാപ്പിനെസ് ഇത് ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കട്ടെ. ഈ ഷോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സെഗ്മെന്റ് കൂടെ ഉണ്ട്. ഇപ്പോൾ ലൈഫിൽ കൊണ്ട് നടക്കുന്ന ഒരു കോട്ടോ അല്ലെങ്കിൽ ഒരു വാല്യൂ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഡയറിയിൽ എഴുതിയിട്ടൊന്ന് വായിക്കാവോ? ഒന്ന് വായിക്കോ? കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് സെറ്റ് ചെയ്ത് വരായിരുന്നു. ഞാൻ എഴുതിയിരിക്കുന്നത് ഒന്നുമില്ല. വാട്ട് ഐ ഫെൽറ്റ് ആഫ്റ്റർ ദ കോൺവെർസേഷൻ, മേ ബി വാട്ട് ഐ ടുക്ക് ബാക്ക് ഫ്രം മൈ സെൽഫ്. ലേൺ വെദർ ഗുഡ് ഓർ ബാഡ്, ലേൺ ഫ്രം ഇറ്റ്. നമ്മൾ ജീവിതത്തിൽ നല്ലത് സംഭവിച്ചാലും മോശം സംഭവിച്ചാലും, അത് വർക്കിലായാലും റിലേഷൻഷിപ്സിലായാലും, അതിൽ നിന്ന് നമ്മൾ പഠിക്കുക. അതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ഇഫ് ഇറ്റ്സ് ഗുഡ്, ആ ലേണിങ്ങിൽ നല്ലത് സംഭവിച്ചു. ആ ലേണിങ്ങിൽ തെറ്റാണ്, മോശം കാര്യമാണ് സംഭവിച്ചെങ്കിൽ വി ലേൺഡ് ആ ലെസൺ. സോ ലേണിംഗ് ഇസ് പാർട്ട് ഓഫ് ദ ലൈഫ്. അടിപൊളി. ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു കുറേ നാള് കൂടിയിട്ട് കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അയ്യോ കുറേ നാള്. എനിക്ക് തോന്നുന്നു ഗദ്ദാഫി എത്ര പ്രാവശ്യം മടുത്ത് കാണും. ചിലപ്പോൾ പറഞ്ഞാണ് എന്നൊരു പറഞ്ഞാണ്. പക്ഷെ എനിക്കത് എന്താ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ പെർസ്പെക്റ്റീവ് നിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പോൾ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ ഉള്ളിൽ എന്ത് സംസാരിക്കാം എന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ടാണ്.
പക്ഷെ I enjoyed this conversation. I hope Thank you for repeat inviting me. ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിലുണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. And you enjoyed it. Yes, I hope. I did. It was very nice talking to you. Thank you so much for the quality. Thank you. Thank you.